ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഈ വചനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കു തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗവും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തനുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിങ്കൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരത്തിങ്കൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായക്കളും ശൂദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാർ ബിംബാരാധികൾ ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നമുക്ക് ദൈവവചനം ദൈവം സൗജന്യമായാണ് നൽകിയത്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ആയിരിക്കുമ്പോൾ, പാപപങ്കിലമായ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപക്കറ കഴുകി ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനാണ് ദൈവം നമുക്ക് ആഹ്വാനം ചെയ്യുന്നത്. ഗോപുരത്തിങ്കൽ കൂടി നഗരത്തിലേക്ക് കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ ഭാഗ്യപദവി നമുക്ക് ദൈവം സൗജന്യമായാണ് നൽകിയിരിക്കുന്നത്. ഏതു മനുഷ്യനോട്, ഈ ഭൂമിയിൽ ഈ പാപപങ്കിലമായ ലോകത്ത് ജനിക്കുന്ന മനുഷ്യനോട് ദൈവം ആഹ്വാനം ചെയ്യുന്നു. ഏതു വ്യക്തിയോടും ദൈവം ആഹ്വാനം, അത് സമ്പന്നരോ ദരിദ്രനോ ആരുമില്ല. ദൈവത്തിന് കൊട്ടാരത്തിൽ കിടക്കുന്നവനായാലും കുടിലിൽ കിടക്കുന്നവൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മാവ് ഒരേപോലെയാണ്. ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് മനുഷ്യനിൽ വസിക്കുന്നത്. അതിന് ദൈവം ഒരു മനുഷ്യനെയും വില കുറഞ്ഞ് കാണുകയില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഏവരോടും, ജാതിയില്ല, മതമില്ല. ദൈവം ആണും പെണ്ണും 2 ജാതിയെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദൈവം സകല മനുഷ്യരോടും ആഹ്വാനം ചെയ്യുന്നത്. മതം മനുഷ്യനുണ്ടാക്കുന്നതാണ്. ദൈവം മതമുണ്ടാക്കിയിട്ടില്ല. ദൈവം മനുഷ്യനെയാണ് സ്നേഹിച്ചത്. തമ്മിൽ ഐക്യതയോടെ മുന്നേറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സകല മനുഷ്യരോടും ദൈവം ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപക്കറ ശുദ്ധീകരിച്ച് വേണം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, ആ സുന്ദരമായ സൗഭാഗ്യത്തിലേക്ക്. അതുകൊണ്ട് ഏവരെയും ദൈവം, ഈ വചനങ്ങളെ കേൾക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവനാമം മഹത്വമെടുക്കട്ടെ.